ഞാനും നിൽക്കുന്നത് നമ്മുടെ പെരുമ്പാവൂരുള്ള മാരുതി കീഴിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമിലാണ്. ഏകദേശം ഒരു 50ഓളം വാഹനങ്ങളുടെ ഒരു വലിയ സ്റ്റോക്ക് ഈ ഒരു മാസം ഉണ്ട്. ഡിസംബർ മാസം ഇവിടെ ഒരു മേള സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസ് കണ്ട് മാത്രം 13ഓളം കസ്റ്റമേഴ്സ് ആണ് കഴിഞ്ഞ മേളയിൽ പല ഭാഗത്തു നിന്നും കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ വന്നിട്ട് ഇവിടുന്ന് ഒരു 13ഓളം വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം എടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായി പേടിയില്ലാതെ വാഹനങ്ങൾ എടുക്കാം. മാരുതി സർട്ടിഫൈഡ് വാഹനങ്ങളാണെങ്കിൽ 6 മാസം മുതൽ 1 വർഷം വരെ വാറണ്ടി ഉണ്ടാവും. കൂടെ 3 ഫ്രീ സർവീസും മാരുതി വാഹനങ്ങൾക്ക് ഉണ്ടാവും. അത് ഓൾ ഇന്ത്യ മാരുതി ഏത് സർവീസ് സെന്ററിലും പോകാം. ഈ പെരുമ്പാവൂരിൽ നിന്ന് എടുത്തു എന്ന് വിചാരിച്ചിട്ട് പെരുമ്പാവൂർ തന്നെ വരേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ അതർ ബ്രാൻഡ് വാഹനങ്ങൾ നിലവിലുണ്ട്. അതിനും ഈ പറഞ്ഞ പോലെ സർട്ടിഫൈഡ് വാഹനമാണെങ്കിൽ 1 വർഷം വരെ വാറണ്ടി ഉണ്ട്. ലോങ് എന്നൊക്കെ വീഡിയോസ് കാണുന്ന പല ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ അത്രയും ലോങ് എന്നൊക്കെ ഇവിടെ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ഡിസ്കൗണ്ട് കൂടി അഡീഷണൽ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് വരുന്നത്. ലോങ് എന്നാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ മാത്രം മതി. എന്തായാലും നമുക്ക് ഈ ജനുവരി മാസം ഏതൊക്കെ വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്ന് എല്ലാം തന്നെ വിശദമായിട്ട് പരിചയപ്പെടാം. ഈ വാഹനം പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാം. പറയാനുള്ള കാരണം ഇതിന് 1 വർഷത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ്. മാരുതി ഓൾട്ടോ കേട്ടൺ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2023 വെഹിക്കിൾ ആണ്. ഇത് വരുന്നത് മാരുതി ഓൾട്ടോ കേട്ടൺ VXI വേരിയന്റ് ആണ്. VXI വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ 33,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ജെനുവിൻ കമ്പനി സർവീസും എല്ലാം പക്ക. ഇതിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്നില്ല VXI. അതെ VXI ആണ് നമുക്ക് വരുന്നത്. പിന്നെ വരുന്നത് VXI പ്ലസ് ആണ്. VXI പ്ലസ് ആണ് വരുന്നത്. ഓക്കെ, ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 4,55,000 രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ലോങ് കൊണ്ട് വരുന്നവരാണെങ്കിൽ അതിന്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, പിന്നെ മാരുതി ജെനുവിൻ ആക്സസറീസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. 1 വർഷം വാറണ്ടി ഉള്ള ടാറ്റയുടെ ടിയാഗോ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് വരുന്നതെന്ന് പറഞ്ഞിട്ട് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. ഓട്ടോമാറ്റിക് വെഹിക്കിൾ. മോഡൽ എത്ര? 2020 ആണ്. 21 രജിസ്ട്രേഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് വരുന്നത് 49,000 കിലോമീറ്റർ ആണ് റണ്ണിംഗ് കിലോമീറ്റർ. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, അത് ജെനുവിൻ കിലോമീറ്ററും കമ്പനി സർവീസ് ഒക്കെ എല്ലാം ഉള്ളതാണ്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലവിലും കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമുക്കൊരു 4,70,000 റേഞ്ചിലേക്ക് കൊടുക്കാൻ പറ്റും. 4,70,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയതിൽ മാറ്റം ഉണ്ടാവും. ഷോറൂമിലേക്ക് വന്നിട്ട് വയലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ലോൺ ചെയ്യാൻ പറ്റും. 1 വർഷത്തെ വാറണ്ടി. 1 വർഷത്തെ പോപ്പുലർ വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വാഹനങ്ങൾ ഒന്നാണ് മാരുതി എക്സ്പ്രസ്. അതും നമുക്ക് പരിപൂർണ്ണ വിശ്വാസം വരെ എടുക്കാം. 1 വർഷത്തെ വാറണ്ടി. കൂടാതെ വണ്ടി ലോ കിലോമീറ്ററും കൂടെ ആണ് ഓടിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് വരുന്നതെന്ന് പറഞ്ഞിട്ട് 2021 VXI പ്ലസ് വേരിയന്റ് ആണ്. ഇത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9,000 കിലോമീറ്റർ ആണ് റണ്ണിംഗ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 9,000 കിലോമീറ്റർ. 9,000 കിലോമീറ്റർ വണ്ടി. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് കാണാനെല്ലാം പക്ക പ്രോപ്പറായിട്ട് കൊണ്ടുവരുന്നത്. ഇത് പെട്രോൾ മാനുവൽ അല്ലേ? VXI പ്ലസ് അത്യാവശ്യം ഫീച്ചേഴ്സും വരും. ഇത് അതിൽ ഫുൾ ഓപ്ഷൻ ആണ്. ഈ സെഗ്മെന്റിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമുക്കൊരു 3,95,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 3,95,000 രൂപയ്ക്ക് ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഫുൾ ഓപ്ഷൻ വാഹനം. അത് 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഗ്രാൻഡ് ഐട്ടൺ നിയോസ് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഒരു സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണല്ലേ? ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിൽ 2020 മോഡലാണ്. ഇത് വരുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് 46,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ്. ഓക്കെ, ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ ആണ്. ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇത് വരുന്നത് 1 ഇയർ വാറന്റിയോട് കൂടിയിട്ട് 1 വർഷത്തെ വാറന്റി കൊടുക്കുന്നുണ്ട്. ഇത് അതർ ബ്രാൻഡ് വാഹനമാണ്, എന്നിട്ട് പോലും നമുക്ക് വാറന്റി കൊടുക്കാം. നമുക്ക് പോപ്പുലറിന്റെ വാറന്റി 1 ഇയർ കൊടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നത്. കോർപ്പറേറ്റ് വേരിയന്റിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്കൊരു 4,85,000 രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. മാരുതി സുസുക്കിയുടെ ബ്രസ പരിപൂർണ്ണ വിശ്വാസം വരെ എടുക്കാം. കാരണം 6 മാസത്തെ വാറന്റി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും പോകാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് വരുന്നത് പറഞ്ഞാൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 2020 LXI വേരിയന്റ് ആണ്. LXI അതെ. ഓടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് 82,000 കിലോമീറ്റർ ആണ് കിടക്കുന്നത്. 82,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ. ഓക്കെ, ഹിസ്റ്ററികളൊക്കെ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ ട്രൂ വാല്യൂ സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസം വരെ എടുക്കാം. കാരണം ചെക്ക് പോയിന്റ് എല്ലാം പാസ്സായാലാണ് നമ്മൾ 6 മാസത്തെ വാറന്റി സർവീസ് കൊടുക്കുന്നത് അല്ലേ? ഇനി അറിയേണ്ടത് നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആണ്. നമുക്ക് ഇതിന് നിലവിൽ കിടക്കുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6,40,000 ആണ്. 6,40,000 രൂപയാണ് നിലവിലുള്ള പ്രൈസ്. നമുക്ക് നേരിട്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന മാരുതിയുടെ വാഗനർ, ബിഗ് വാഗനർ, ന്യൂ ഫേസിൽ വരുന്ന വാഹനം. അതും 1200 cc. അതെ, ഇത് 1200 cc ആണ്. 2 വേരിയന്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതായത്
പവർ വേരിയന്റുകൾ, അതായത് 1 ലിറ്ററും 1.2 ലിറ്ററും ആണ് ഇത് 1.2 ലിറ്റർ എഞ്ചിൻ. 1.2 ലിറ്റർ. ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് 4 സിലിണ്ടർ എഞ്ചിനാണ്. 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് വരിക. 1 ലിറ്റർ 3 സിലിണ്ടർ ആണ് വരുന്നത്. ഇത് 1.2 4 സിലിണ്ടർ. 4 സിലിണ്ടർ എഞ്ചിൻ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് വരുന്നത് 2019 മോഡലാണ്. നമുക്ക് 42,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏത് വേരിയന്റ്? ഇത് VXI ആണ്. VXI വേരിയന്റ് സിംഗിൾ ഓണർ. കിലോമീറ്റർ ഹിസ്റ്ററി. അതെ, നമുക്ക് 6 മാസം വാറന്റി, ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വെഹിക്കിൾ. ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാഹനമാണ്. അതായത് കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കും, കമ്പനി സർവീസ് ഉണ്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി പാസ്സായ മാത്രമാണ് നമുക്ക് ഇത് സർട്ടിഫൈഡ് ആയിട്ട് 6 മാസം വാറന്റിയും 3 ഫ്രീ സർവീസും കിട്ടുക. ഓക്കെ, ഇനി അറിയേണ്ടത് ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ഇത് 4,75,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. മാരുതി സുസുക്കിയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ ബലേനോ അല്ലേ? അതും ഈ ഫേസിൽ വരുന്ന പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമറിന് ഏറ്റവും അനുയോജ്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു യൂസ്ഡ് വെഹിക്കിൾ. കാരണം അത്രയും ഡിഫറെന്റ് വിലയിൽ വരുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് വരുന്നത് 2023 ആണ് ഇയർ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 23,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ലോ കിലോമീറ്റർ പെട്രോൾ മാനുവൽ. ആൽഫ വേരിയന്റ്, ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. എല്ലാത്തരം ഫെസിലിറ്റീസും എല്ലാത്തരം ഫീച്ചേഴ്സ് ഉള്ള നല്ല ക്വാളിറ്റി വെഹിക്കിൾ. അതായത് ഒരു പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്ന ഏതൊരാൾക്കും നല്ല ഡിഫറൻസിൽ എടുക്കാൻ പറ്റുന്ന, അതേ ക്വാളിറ്റിയോടുകൂടി എടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂം കണ്ടീഷൻ വെഹിക്കിൾ. അലോവീല്, പുഷ്പേട്ട സ്റ്റാർട്ട്, എയർ ബാഗ്, ABS കാരണം എല്ലാം വരുന്ന വാഹനമാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് ഓൾറെഡി നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് കിടക്കുന്നത്. 8 ലക്ഷം രൂപ നമ്മൾ 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഇതിന്റെ പുതിയത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ലക്ഷങ്ങളെ മാറ്റി നമുക്ക് വാഹനപ്രേമികളുടെയും പ്രത്യേകിച്ച് യുവാക്കളുടെ ഏറ്റവും ഹരമായിട്ടുള്ള ഒന്നാണ് ഈ എലൈറ്റ് i20 അല്ലേ? നമ്മുടെ നല്ലൊരു വാഹനം നല്ലൊരു സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ തന്നെ? ഇത് വരുന്നത് 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 37,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള വണ്ടി. പെട്രോൾ മാനുവൽ. അതെ. ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം അത് കൂടാതെ നമുക്ക് 1 ഇയർ പോപ്പുലർ വാറന്റിയും കൂടി അവൈലബിൾ ആണ്. 1 ഇയർ വാറന്റി ഉണ്ട്. ഇത് അതർ ബ്രാൻഡ് വാഹനമാണെങ്കിൽ പോലും 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള വാഹനം ആയതുകൊണ്ട് മാത്രമല്ല. ഏത് വേരിയന്റ്? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ i20 എലൈറ്റ് മാഗ്ന പ്ലസ് വേരിയന്റ്. അത് ചില ഫീച്ചേഴ്സ് വരുന്നുണ്ടല്ലേ? അതെ. ഓക്കെ, ടയറും കണ്ടീഷൻ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ 1 ഇയർ വാറന്റി കൊടുക്കുക. ഓക്കെ, ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്കൊരു 6 ലക്ഷം രൂപയാണ് ആക്സിംഗ് പ്രൈസ് കിടക്കുന്നത്. നമുക്ക് സിംഗിളി നെഗോഷ്യബിൾ ആണ്. ആസ്കിംഗ് പ്രൈസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. താല്പര്യം ഉണ്ടെങ്കിൽ ഷോറൂമിലേക്ക് വരിക. ഇത് ടാറ്റ കമ്പനിയുടെ അൾട്രോസ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് XZ പ്ലസ് വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ നമുക്ക് 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഇത് 1 ലിറ്റർ ടെർബോ എഞ്ചിനാണ്. 1 ലിറ്റർ ടെർബോ എഞ്ചിനാണ് വരുന്നത്. ഏതാ മോഡൽ? ഏതാ ഇത് വരുന്നത്? 2021 മോഡലാണ്. 2021 മോഡല്. പെർഫോമൻസിലൊക്കെ നല്ല അത്യാവശ്യം വാഹനപ്രേമികളൊക്കെ ഇഷ്ടമാണ്. പവർ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക്, അതുപോലെ തന്നെ ബോഡി ക്വാളിറ്റി, സേഫ്റ്റി ഒക്കെ ടാറ്റയുടെ വണ്ടികൾക്ക്. ഓക്കെ, പിന്നെ കൂടാതെ നമുക്ക് പോപ്പുലർ വാറന്റി കൊടുക്കാനും ഇതിന് 1 ഇയർ വാറന്റി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഫുൾ ലോഡ് വണ്ടിയാണ്. അലോയ്, പുഷ്പേട്ട സ്റ്റാർട്ട്, റിവേഴ്സ് ക്യാമറ, ഡിസ്പ്ലേ, ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ് എല്ലാം ഉണ്ട്. ഒന്നും അഡീഷണൽ ആയിട്ട് എടുക്കുന്ന കസ്റ്റമർ ചെയ്യേണ്ട ആവശ്യമില്ല. 1 വർഷത്തെ വാറന്റി പോപ്പുലർ വാറന്റി. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് നമുക്കൊരു 5,95,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിൽ മാറ്റം ഉണ്ടാവും. മാക്സിമം നമുക്ക് ലോണും ചെയ്യാം. മാരുതി സുസുക്കിയുടെ സെലേറിയോ ആണല്ലേ? ഒരു ഫാമിലി സെഗ്മെന്റ് വാഹനമാണ്. നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം മൈലേജും സർവീസ് കോസ്റ്റും ഒക്കെ നമുക്ക് ഫ്രണ്ട്ലി ആണ്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് വരുന്നത് 2015 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണെങ്കിൽ കൂടിയും ലോ കിലോമീറ്റർ ആണ്. 26,000 കിലോമീറ്റർ ആണ് വണ്ടി. 26,000 ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഇതിൽ 4 പവർ വിൻഡോ, ABS VXI വേരിയന്റ് ആണ്. ഇത് ചോദിക്കുന്ന പ്രൈസ് പറയാം. ഇത് നമുക്കൊരു 3,65 റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. അത് ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിൽ മാറ്റം ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാരുതി സുസുക്കിയുടെ സെലേറിയോ ഫാമിലി കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ കാരണം നല്ല രീതിയിൽ മൈലേജ് ഉണ്ട്, കംഫർട്ട് ആണ്, നല്ല സ്പേസ് ഉണ്ട്, സർവീസ് കോസ്റ്റും ഫ്രണ്ട്ലി ആണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഫാമിലി കസ്റ്റമേഴ്സ് നോക്കുന്ന ഒരു വാഹനമാണ് സെലേറിയോ അല്ലേ? നമ്മുടെ അടുത്ത് ഒന്നും നല്ല ഇഷ്ടം പോലെ ഉണ്ട്. പല ഫേസ് ചേഞ്ച് വരുന്നതാണ്. ഇത് 2019 ആണ് വരുന്നത്. 2019. ഓക്കെ, അതായത് 18 മേളിൽ നമുക്ക് ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള മാറ്റി നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇതെന്ന് പറയുന്നത് സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. നമുക്ക് 34,000 കിലോമീറ്റർ ആണ് റണ്ണിംഗ് കിലോമീറ്റർ കിടക്കുന്ന. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള മാനുവൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. VXI അല്ലേ? ഇത് കൂടാതെ നമുക്ക് 6 മാസം വാറന്റിയും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വെഹിക്കിൾ. അതായത് 6 മാസം വാറന്റി ഉണ്ടാവും, 3 ഫ്രീ സർവീസ് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. VXI വേരിയന്റ് വരുന്നത്. അതിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. കമ്പനി സീറ്റ് കവേഴ്സ്, അതുപോലെ തന്നെ 4 പവർ വിൻഡോ, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക് എല്ലാം ഉണ്ട്. ഇനി അറിയേണ്ടത് ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ഇതിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4,40,000 രൂപയാണ് വരുന്നത്. 4,40,000 ആണ്.
അതിൽ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. ആസ്കിംഗ് പ്രൈസ് ആണ്, ഡിസ്കൗണ്ട് ചെയ്യാൻ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാരുതി സുസുക്കിയുടെ വാഗനർ ഈ ഒരു ഫേസിൽ വരുന്ന വാഹനത്തിന് ഇപ്പോഴും ആളുകളുണ്ട് അല്ലേ, ഒരുപാട് നല്ല ഫാൻ ബേസ് ഉള്ള ഒരു വാഹനമാണ് വാഗനർ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ 2016 സിംഗിൾ ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ ആണ് വെഹിക്കിൾ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 28,000 കിലോമീറ്റർ താഴെയാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. 28,000 കിലോമീറ്റർ പറയുന്നത് ജെനുവിൻ ആയിരിക്കും. കാരണം ഇതൊരു ഓതറൈസ്ഡ് സർട്ടിഫൈഡ് ഡീലർ നടത്തുന്ന ഷോറൂം ആയതുകൊണ്ട് നമുക്ക് ഇതിൽ കള്ളത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് 3,70,70,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നമുക്ക് നെഗോഷ്യബിൾ ആണ്, നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ലോൺ ചെയ്യാൻ പറ്റും. 5 വർഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. 5 വർഷം വരെ. അപ്പൊ മോഡൽ കുറഞ്ഞാലും 5 വർഷം വരെ ലോൺ ചെയ്യാന്ന് പറഞ്ഞത് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഈ പറയുന്ന പ്രൈസ് ഒക്കെ ആസ്കിംഗ് പ്രൈസ് ആണല്ലേ? ആസ്കിംഗ് പ്രൈസ് ആണ്. ഇത് VXL അന്നത്തെ കാലത്ത് എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വാഹനം തന്നെയാണല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. മാരുതി സുസുക്കിയുടെ സെലീറിയോ ന്യൂ ഫേസിൽ വരുന്ന വാഹനം. അതെ, മൈലേജിൽ ഇപ്പൊ കിങ് ആയിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, മൈലേജ് സെഗ്മെന്റ് വാഹനം നോക്കുന്നവർക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്ന വാഹനമാണ്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് വരുന്നതെന്ന് പറഞ്ഞിട്ട് 2023 മോഡലാണ് വരുന്നത്. മോഡല് ZX ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്നത്. അത്യാവശ്യം മൈലേജ് കിട്ടും, നല്ല മൈലേജും കാര്യങ്ങളും. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. മാനുവലിൽ മൈലേജ് കിട്ടുന്നത്. മാനുവലിലും ഓട്ടോമാറ്റിക്കലും മൈലേജ് ഉള്ള വണ്ടിയാണ്. വണ്ടിയാണല്ലേ? ഈ ഒരു വാഹനം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പ്, 1 ഇയർ വാറണ്ടി, 3 സർവീസ്, 3 ഫ്രീ സർവീസ്, ഓൾ ഇന്ത്യ സർട്ടിഫൈഡ് ആണ്. സർട്ടിഫൈഡ് ആണ്. നമ്മൾ ഇവിടുന്ന് എടുത്തു വിചാരിച്ചിട്ട് ഇവിടെ തന്നെ വരേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടിന്റെ അടുത്ത് ഏത് സർവീസ് സെന്റർ ആണെങ്കിൽ അവിടെ പോകും. അതെ, മാരുതി ഓതറൈസേഷനുള്ള ഏത് സർവീസ് സെന്ററിൽ നമുക്കത് സർവീസിനാണെങ്കിലും ക്ലെയിം ചെയ്യാം. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആണ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. അത് പ്രൈസ് പറയുമ്പോൾ നിങ്ങൾ VXA, ഇതിപ്പോ ZX ആണ്, VXA LXA ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതിന്റേതായിട്ടുള്ള പ്രൈസ് നമ്മൾ പറയണത്.